സാധാരണ സ്റ്റോണിന് വരുന്നത് നമുക്കറിയാമല്ലോ. മിക്ക സ്റ്റോണുകളും കിഡ്നീൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് വേദന ഉണ്ടാക്കണമെന്നില്ല. ഓക്സിലേറ്റ് സ്റ്റോണുകൾ പക്ഷേ പെട്ടെന്ന് പെയിൻ ഉണ്ടാക്കും. ചിലപ്പോൾ ട്യൂബിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം, യുറേറ്ററിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷമായിരിക്കും മിക്ക പേഷ്യൻസും പെയിൻ പറഞ്ഞു തുടങ്ങുന്നത്. സാധാരണ ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്ടെന്നുള്ള ഒരു ബാക്ക് പെയിൻ, എളിയെന്നുള്ള വേദന, എളിയെന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ താഴത്തോട്ട് ജനനേന്ദ്രിയത്തിലേക്ക് ലോവർ അബ്ഡോമിനിലേക്കൊക്കെ വേദന വരുന്നത്, നമ്മുടെ യൂറിനിൽ ബ്ലഡ് കാണുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന, അങ്ങനെ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ ഇല്ല എന്നുള്ളത് സംശയം തോന്നുന്നത്. ചില പേഷ്യൻസിൽ നല്ല വിറച്ചിലും വിറയലോടുകൂടി പനിയും കാര്യങ്ങളൊക്കെ കാണാം. അത്തരത്തിലുള്ള ആളുകൾ മിക്കവാറും ഇൻഫെക്ഷൻ കൂടി വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വരാം. പിന്നെ ഈ എളിവേദനയോടുകൂടിയുള്ള വോമിറ്റിംഗ് വരാം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് സാധാരണയായി കണ്ടുവരുന്നത്. ഇനി ഈ സ്റ്റോൺ വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് വെള്ളം കൂടി തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് എപ്പോഴും അമിതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോൺ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഷെല്ലുള്ള മീനുകളുടെ ഉപയോഗം ചില ആളുകളിൽ കൂടുതലായിട്ട് സ്റ്റോൺ, ഈ ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ അങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ്. അമിതവണ്ണമുള്ളവരിൽ, അതുപോലെ തന്നെ എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുക, സമീകൃതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാത്തവരിൽ, ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്നവരിലൊക്കെ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റോൺ ഉണ്ടോ എന്ന് അറിയാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. എക്സ്റേയിൽ ചില സ്റ്റോണുകൾ കാണാം, നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാം, പിന്നെ അൾട്രാസൗണ്ടാണ് ഏറ്റവും കോമൺ ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ചില സ്റ്റോണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡോക്ടർമാർ അൾട്രാസൗണ്ട് ചെയ്താലും നിങ്ങൾ CT കൂടി ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ചില സ്റ്റോണുകൾ നമുക്ക് അൾട്രാസൗണ്ടിൽ ക്ലിയർ ആവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളത് ചിലപ്പോൾ CT ചെയ്യേണ്ടി വരും. അപ്പം ജസ്റ്റ് സ്റ്റോണിന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഏത് തരത്തിലുള്ള സ്റ്റോണാണ്, അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതെല്ലാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ കൃത്യമായി ഡോക്ടറെ കാണുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഫാമിലിയിലോ ഫ്രണ്ട്സിലൊക്കെ ആരെങ്കിലും കിഡ്നി സ്റ്റോൺസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.